വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ വിവരങ്ങൾ നമ്മുടെ സമൂഹം അറിയട്ടെ. ആദ്യമായി നമുക്കൊരു വീഡിയോ കാണാം. സത്യം പറഞ്ഞ കോളനി സെറ്റപ്പാണ് ഗൈസ്. അച്ഛൻ കൂലിപ്പണിക്ക് പോണോണ്ട് മാത്രം കഞ്ഞി കുടിച്ചു പോണു. നിങ്ങൾ ഈ കണ്ട പെൺകുട്ടി യഥാർത്ഥത്തിൽ ഉള്ളതാണോ അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തതാണോ? ഇതുപോലെയുള്ള വീഡിയോകളുടെ കമന്റ് സെക്ഷൻ പരിശോധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മുടെ നാട്ടിലെ ഒരു വിഭാഗം ജനങ്ങൾ കരുതുന്നത് ഇത് ജീവിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നാണ്. എന്നാൽ നിങ്ങൾ അറിയുക, ഇത് AI ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത ഒരു കഥാപാത്രം മാത്രമാണ്. ഇതിൽ എന്നെ ഞെട്ടിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കഥാപാത്രത്തോട് ഫോൺ നമ്പറുകൾ ചോദിക്കുകയും ഞാൻ പണം അയച്ചു തരാം എന്ന് വാഗ്ദാനങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ വീഡിയോകളുടെ കമന്റ് സെക്ഷനിലുണ്ട്. ഇതുപോലെയുള്ള വീഡിയോകൾ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തികളുടെ രൂപത്തിൽ ഇതുപോലെയുള്ള വീഡിയോകൾ പുറത്തിറങ്ങിയേക്കാം. അത് പലരുടെയും കുടുംബ ബന്ധത്തെയും സാമൂഹിക ജീവിതത്തെയും വരെ ബാധിക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 2 വശങ്ങളുണ്ട്. ഒരുപാട് ഗുണങ്ങളുമുണ്ട്, ദോഷങ്ങളുമുണ്ട്. എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നതെന്ന് പലരും വാദിക്കുന്നുണ്ടെങ്കിലും ഈ വീഡിയോകൾ ഫൈനാൻഷ്യൽ ഫ്രോഡിനായി പോലും ഉപയോഗിക്കാൻ സാധിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത മനുഷ്യർ ഇത് ജീവനുള്ള പെൺകുട്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ഈ AI അവതാറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. അതിലൂടെ പണം നഷ്ടപ്പെടാം, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ ഫോൺ പോലും കയ്യിലില്ലാത്ത ഒരു വ്യക്തി പോലുമില്ല. എന്നാൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചോ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ യാതൊരു ധാരണയും ഉണ്ടാകണമെന്നില്ല. ടെക്നോളജി ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. ഇതിലെ ചതിക്കുഴികൾ മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കുക. ഓൺലൈനിൽ കാണുന്നതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കാതിരിക്കുക.